ഹായ് ഗായ്സ്, ഇന്ന് നമ്മളിവിടെ സിറ്റി ടൂറിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. എൻ്റെ കൂടെ നാസറിക്കയും വിനീതും ആണുള്ളത്. നമ്മൾ 3 പേരും കൂടെയാണ് ഇന്നത്തെ സിറ്റി ടൂർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. സമയം രാവിലെ ഒരു 8 മണിക്ക് ഇറങ്ങാൻ വേണ്ടിയിരുന്നത്. ഇപ്പോൾ സമയം ഒരു 9 മണി 9:30 ആയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, 10 മണി ആയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടേക്കാണ് പോകുന്നത്. കാമക്കൂറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമല്ലേ, അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഒരു ഹിബിസ്കസ് ടീയും പിന്നെ ഒരു എഗ് സാൻഡ്വിച്ചും കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ നടന്നിട്ട് സ്റ്റേഷനിലേക്ക് പോയി. എല്ലാം ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജപ്പാനിൽ ശ്രദ്ധിച്ച വേറൊരു കാര്യമാണിത്. ഇതുപോലെ എസ്കലേറ്ററിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒരു സൈഡിലേക്ക് ചേർന്ന് നിൽക്കും. മോസ്റ്റ്ലി ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും ചേർന്ന് നിൽക്കുക. റൈറ്റ് സൈഡ് ഫ്രീ ആയിരിക്കും. അപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് പോകേണ്ടവർക്ക് ഫാസ്റ്റായിട്ട് പോവാം. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം ഇത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ നമുക്ക് ആ ഒരു റഷ് ഫീൽ ചെയ്യാതെ അവർ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു ലെയിൻസ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. ഇവിടെ ടോക്കിയോയിൽ അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു മെട്രോ ലൈൻസ് ആണുള്ളത്. അപ്പോൾ അത് കാരണം ഇവിടെ നിന്ന് വഴി കണ്ടുപിടിച്ച് പോകാമെന്ന് പറയുന്നത് കുറച്ച് പണിയാണ്. പിന്നെ ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, മെട്രോയും ട്രെയിനും സബ്വേസും ഒക്കെ ആയത് കാരണം എക്സ്പെൻസീവ് അല്ല അത്രയും. ടാക്സി ഒക്കെ എടുത്ത് പോവുകയാണെങ്കിൽ നല്ല ദൂരമുണ്ട്, നല്ല പൈസയാവും. അപ്പോൾ ഇത് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനത്തെയാണ്. പക്ഷെ കണ്ടുപിടിച്ച് പോകാൻ കുറച്ച് പാടാണ്. പക്ഷെ നമ്മൾ ഗൂഗിൾ മാപ്പും ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മളെല്ലാവരും ഉള്ളത് കാരണം അത്ര പ്രശ്നമില്ല. ഹായ് ഗായ്സ്, ഒരു ഹായ് പറയണോ? അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയാണ്. അങ്ങനെ നമ്മൾ കമാക്കുറ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട്. ഇവിടുത്തെ ഒട്ടുമിക്ക മെയിൻ സ്റ്റേഷൻസിലും മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലും ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റേഴ്സ് ഉണ്ടാവും. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എന്തൊക്കെയാണ്, അവിടേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് അടക്കം നമുക്കത് അവർ തരും. ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതുപോലെ അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. അങ്ങനെ നമ്മൾ അവരോട് താങ്ക് യു ഒക്കെ പറഞ്ഞ് അവിടെ തൊട്ട് ഫ്രണ്ടിലാണ് ബസ് സ്റ്റേഷൻ. അവിടെ നിന്ന് ബസ് എടുത്ത് നമ്മുടെ ഫസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള നമ്മുടെ ബുദ്ധ ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വളരെ വളരെ അടുത്താണ്. അപ്പോൾ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ, ക്ലൈമറ്റ് ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ വെതറായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നടക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കമാക്കുറ എന്ന് പറയുന്നത് ജപ്പാനിലെ സിറ്റിയിൽ നിന്ന് കുറച്ച് വിട്ട് നിൽക്കുന്ന വളരെയധികം നാച്ചുറൽ ബ്യൂട്ടിയുള്ള ഒരു സ്ഥലമാണ്. ഈ കമാക്കുറയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെറിയ ചെറിയ കുറേ ടൂറിസ്റ്റ് സ്പോട്ട്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബാക്കിയുള്ള സ്പോട്ട്സൊക്കെ വളരെ ഈസിലി ആക്സസിബിൾ ആണ്. ഒരു 10 മിനിറ്റ്സിലൊക്കെ നടന്നു പോകാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ. നമ്മളങ്ങനെ ബുദ്ധ ടെമ്പിളിൻ്റെ അവിടെ എത്തി. അതിൻ്റെ ഓപ്പോസിറ്റിൽ തന്നെ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഫുഡ് സ്പോട്ട്സ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാനിത് മേടിച്ച് കഴിച്ച് നോക്കി. വലിയ ടേസ്റ്റൊന്നുമില്ല. നമ്മുടെ ഈ കോഴിക്കോട്ടയില്ലേ, നാട്ടിലെ കോഴിക്കോട്ടയുടെ ഉള്ളിൽ ഫില്ലിംഗ് ഇല്ലാതെ ആ മാവ് മാത്രം വേവിച്ച് വെച്ചിട്ടുള്ള ഒരു സാധനം. കാര്യമൊന്നും ഉണ്ടായില്ല. അത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല. കാണുന്ന ഒരു ഭംഗി മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അങ്ങനെ ഫുഡ് കഴിച്ച് ഫ്ലോപ്പ് ആയതിനു ശേഷം നമ്മൾ നേരെ ടെമ്പിളിലേക്ക് കയറുകയാണ്. ഈ ടെമ്പിളിൻ്റെ പേര് കൊട്ടുക്കെയിൻ ടെമ്പിൾ എന്നാണ്. കമാക്കുറ ഈസ് ബേസിക്കലി നോൺ ഫോർ ദർ ബുദ്ധ ടെമ്പിൾസ്. കുറേയധികം ബുദ്ധ ടെമ്പിൾസ് ഉള്ള ഒരു സ്ഥലമാണ് കാമക്കുറ. ജപ്പാനിലെ സെക്കൻഡ് ടോളസ്റ്റ് ആയിട്ടുള്ള ഒരു ബുദ്ധ സ്റ്റാച്ചു ആണ് ഇവിടെ ഉള്ളത്. ചെറിയൊരു എൻട്രി ഫീസ് ഇതിന് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊരു 250 റുപ്പീസ് അത്രയൊക്കെ വരും. ഈ ബുദ്ധ മുൻപ് ഉണ്ടായിരുന്നത് ഒരു ടെമ്പിളിൻ്റെ ഉള്ളിലായിരുന്നു. ടൈഫൂൺ, സുനാമിക്കൊക്കെ ശേഷം ആ ടെമ്പിളെല്ലാം ഡിസ്ട്രോയ് ആയിപ്പോയപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഓപ്പൺ എയറിലാണ് ഈ ബുദ്ധ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അവിടെ തന്നെ ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു ഇൻസൈഡ് വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മളപ്പോൾ ഇവിടുത്തെ ബുദ്ധ ടെമ്പിളിൽ വന്നു. അവിടെ കണ്ടു. അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല, പക്ഷെ കാണാം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. എക്സ്പീരിയൻസ് ആണ്. നല്ലായിരുന്നു.
അപ്പോൾ ഞങ്ങളിനി ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ഒരു ഹസീദ്ര ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 6 minutes വാക്ക് ഉണ്ടല്ലേ, 6 minutes വാക്ക്. അപ്പോൾ 6 minutes വാക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ട് കാണാം. ഇവനും ഇവൻ്റെ സെൽഫി സ്റ്റിക്ക് പോകും. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് നമ്മൾ നടക്കുന്ന വഴി കൂടെ നിറയെ സോവറൈൻ ഷോപ്സ് ഉണ്ട്. അവിടെ ജപ്പാനിൽ തന്നെ വളരെ ക്യൂട്ടായിട്ടുള്ള കുറേ ചെറിയ ചെറിയ സാധനങ്ങൾ കാണാൻ പറ്റുമായിരുന്നു. ഇതുപോലത്തെ ചെറിയ കോഫി ഷോപ്സൊക്കെ അവിടെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. ഭയങ്കര ഭംഗിയായിട്ട് തോന്നി അവർ ചെയ്യുന്നതും അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ. നമ്മളിപ്പോൾ ഈ ഹസീദ്ര ടെമ്പിളിലുള്ളത് അടിപൊളിയാണ്. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലം അല്ലേ? എങ്ങനെയുണ്ട്? വർത്ത് വിസിറ്റ്. ഇനി ജപ്പാനിൽ വേറെ എവിടെ പോയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, മനസ്സ് നിറഞ്ഞു. അടിപൊളിയാണ്. ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സെൽഫി എടുക്കാൻ പറ്റുമോ? ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. നല്ല ഫ്ലവേഴ്സ് ഉള്ള ചെറി ബ്ലോസം ഉള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ അതാ ഈ ഒരു നമ്മുടെ അമ്പലമുണ്ട്. പിന്നെ ഇതാ അവിടേക്ക് നോക്കിയാൽ അവിടെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഹൈറ്റിലാണ്, അപ്പോൾ ആ ഒരു വ്യൂ കിട്ടും. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം, മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഈ കാണുന്ന വീൽസിനെ ബുദ്ധിസം പ്രെയർ വീൽസ് എന്നാണ് പറയുക. അവിടെ തൗസൻഡ്സ് ഓഫ് സൂത്രാസ് എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു സർട്ടൻ ഡയറക്ഷനിൽ ടേൺ ചെയ്താൽ ഇറ്റ് വിൽ ഗീവ് യു ദ മെറിറ്റ് ഓഫ് റീഡിങ് ദ സൂത്രാസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കേവ് ടെമ്പിൾ ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല ഇരുട്ടാണ് അകത്ത്. പക്ഷേ സൈഡിലൊക്കെ നോക്കുമ്പോൾ സ്റ്റോൺസിൽ എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ സ്റ്റാച്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും ഭയങ്കര നാരോ ആയിട്ട് വരും പാസേജ് എല്ലാം. പിന്നെ ഇതുപോലത്തെ ഒരു പോയിന്റിലെത്തുമ്പോൾ ഇതുപോലത്തെ ചെറിയ ബുദ്ധാസിൻ്റെ കുറേ സ്റ്റാച്യൂസ് ഉള്ളൊരു സ്ഥലത്തെത്തും. അവിടെ അത്ര തന്നെയാണ് കാണാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ നമ്മൾ നേരെ പുറത്തേക്ക് പോവുകയാണ്. ഇതാണ് എൻ്റെ എക്സിറ്റ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഭയങ്കര കുനിഞ്ഞിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു വരാനായിട്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ട് സൈഡിലായിട്ടൊരു ക്യാഫേ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ക്യാഫേയിലെ ആംബിയൻസ് ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് അവിടെ ആൽക്കഹോൾ വരെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ദിസ് പ്ലേസ് വാസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. അത് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത് അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള ഒരു പ്ലേസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയയുടെ കംപ്ലീറ്റ് വ്യൂ കിട്ടും. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ സ്ഥലം. അടിപൊളി സ്ഥലം. വൺ ഡേ അല്ല, അതിലും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അതെ, നെക്സ്റ്റ് മന്ത് ചെറി ബ്ലോസത്തിന്റെ സമയമാണ്. അപ്പോൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഏരിയ എല്ലാം ഇവിടെ ഇപ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കുറേ ഫ്ലവേഴ്സ് കാണാൻ പറ്റും. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ആ മേലെ നിൽക്കുന്ന സ്ഥലത്ത് എല്ലായിടത്തും ഫുൾ ഫ്ലവേഴ്സ് ആയിരിക്കും.
അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാം. ഓക്കെ, കമക്കുറയിലേക്ക് വരുമ്പം ശരിക്കും 1 വീക്ക് വേണം അല്ലേ, എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യണമെങ്കിൽ. കമാക്കുറയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു 2-3 ദിവസം കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ഒരു ഐലൻഡിലേക്ക് പോകാൻ പറ്റും. ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ ഒരു ഇൻഫർമേഷൻ ഡെസ്ക് ഉണ്ട്. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ വിനീതിൻ്റെ അടുത്ത് അവിടുത്തെ കുറച്ച് പേര് വന്നിട്ട് താൻ പാട്ട് പാടാൻ പോവാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവിടെ എന്താ അവർ പറഞ്ഞേ? ഒരു പാട്ട് പാട്. അങ്ങനെ നമ്മൾ ഹമാക്കുറയോട് ബൈ ബൈ പറഞ്ഞിറങ്ങി. അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എക്സ്പീരിയൻസ് പറഞ്ഞാൽ മനസ്സറിഞ്ഞ എക്സ്പീരിയൻസ് മുതലായി. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.